ചില ടെസ്റ്റിനാന്ന് പറഞ്ഞവരെ ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേട്ടത് പീഡനങ്ങളെ പറ്റിയാണ്. ഈശോ പറയുകയാണ്, നിങ്ങൾക്ക് ഒരുപാട് ഞെരുക്കങ്ങൾ ഉണ്ടാകും, പീഡനങ്ങൾ ഉണ്ടാകും, പക്ഷേ ആ സമയത്തൊന്നും നിങ്ങളെ കൈവിട്ടു പോകുന്നവനല്ല ഞാൻ. ഈശോ നമുക്കൊരു സഹായകന് നൽകാമെന്ന് പറഞ്ഞു. ഇന്നത്തെ സുവിശേഷത്തിലൂടെ ഈശോ നമുക്ക് ഉറപ്പ് നൽകുകയാണ്, ഈശോ നൽകുന്ന ഈ സഹായകൻ നമ്മുടെ മരണം വരെ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞാൽ ഈശോ പറയുകയാണ്, പീഡനങ്ങളുടെ സമയത്ത്, ഞെരുക്കങ്ങളുടെ സമയത്ത് അവര് നിങ്ങളെ പിടിച്ചുകൊണ്ട് പോകുമ്പോഴൊക്കെ ആ സമയത്ത് എന്ത് പറയണം, എങ്ങനെ പറയണം എന്ന് ഓർത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കണം. മറിച്ച് ആ സമയത്ത് എന്താണ് പറയണമെന്ന് പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും. ആ സമയത്ത് നിങ്ങളല്ല, പരിശുദ്ധാത്മാവായിരിക്കും സംസാരിക്കുക എന്നൊക്കെ പറയുകയാണ്. എന്ന് പറഞ്ഞാൽ പീഡനങ്ങളിൽ നമ്മൾ നിരാശരാകേണ്ട കാര്യമില്ല എന്നൊക്കെ ഈശോ പറയുകയാണ്. കാരണം ആ സമയത്ത് നമ്മളെ ശക്തിപ്പെടുത്താനായിട്ട് പരിശുദ്ധാത്മാവ് ഉണ്ടായിരിക്കും. ഈ ഒരു ബോധ്യത്തോടു കൂടിയായിരിക്കണം പൗലോസിലെ നമ്മളോട് പറയുന്നത്. ലേഖനഭാഗത്തിൽ പൗലോസിലെ നമ്മളോട് പറയുകയാണ്, ഞാൻ ജീവിച്ചാലും മരിച്ചാലും, നമ്മൾ ജീവിച്ചാലും മരിച്ചാലും കർത്താവിനുള്ളവരാണെന്ന് പറയുകയാണ്. പൗലോസിലേക്ക് ഉണ്ടായിരുന്ന ഈ ഒരു ബോധ്യം, നമ്മൾ ജീവിച്ചാലും മരിച്ചാലും കർത്താവിനുള്ളവരാണ് എന്നുള്ളൊരു ബോധ്യം നമുക്ക് കിട്ടാനായിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്. ഈശോ നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന നമ്മുടെ അവസാനം വരെ നമ്മളോട് കൂടെ ഉണ്ടായിരിക്കുമെന്ന്, പീഡനങ്ങളിലും സഹനങ്ങളിലും നമ്മളോടൊപ്പം ഉണ്ടായിരിക്കുമെന്ന് ഈശോ വാഗ്ദാനം ചെയ്തിരിക്കുന്ന ആ പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ പൗലോസിലെ പറയുന്നത് പോലെ ജീവിച്ചാലും മരിച്ചാലും ഞങ്ങൾ കർത്താവിനുള്ളവരാണെന്ന ബോധ്യത്തോടെ ജീവിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. അപ്പൊ അങ്ങനെ വരുമ്പോൾ പൗലോസിലെ പറഞ്ഞതുപോലെ ജീവിച്ചാലും മരിച്ചാലും ഞാൻ കർത്താവിനുള്ളവനാണ് എന്നുള്ളൊരു ബോധ്യത്തോടു കൂടി ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കും. അതിനുള്ള കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും.